ഇന്ന് ഇളക്കിയിട്ട് കീറുന്നത് ഔട്ട് ഓഫ് ഫാഷനാണ്. ഔട്ട് ഓഫ് ഫാഷൻ തന്നെയല്ല, പുതിയ മോഡൽ വണ്ടികൾക്ക് ഇത്രയും ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല. അറിയല്ലേ ഇതിപ്പോ ഇത്ര പ്ലേ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി ശീലിക്കരുത് കേട്ടോ. ഇങ്ങനെ കണ്ട് ഫസ്റ്റ് ഗിയർ ആയി നേരെ അങ്ങോട്ട് പോകുക അല്ലേ. ഇതോടെ ഇപ്പൊ ഇങ്ങോട്ട് വേണ്ടോ, ഇങ്ങനെ തള്ളി സെക്കൻഡ് ഉണ്ടോ. പിന്നെ ഈ ഭാഗം ഉണ്ടേ ഉണ്ടോ, പിന്നെ ഈ ഭാഗം ഉണ്ടോ, പിന്നെ ഈ ഇത് കണ്ടോ, അതെ ഉണ്ടോ, ഫോർത്ത് ഉണ്ടോ. നമുക്ക് ഈ ഭാഗം വേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് വിടുമ്പോ കണ്ടോ കണ്ടോ, മനസ്സിലായോ. ഇങ്ങോട്ട് ഇവിടെയാണ് റിവേഴ്സ്. ഇത്ര ഓർത്താൽ മതി. ഇവിടെ ഫിഫ്ത്ത് ഗിയർ, ഇവിടെ സെക്കൻഡ് ഗിയർ, ഫസ്റ്റ് ഗിയർ, ഇവിടെ സെക്കൻഡ് ഗിയർ, ഇവിടെ ഫോർത്ത് ഗിയർ, ഇവിടെ തേർഡ് ഗിയർ, ഇവിടെ റിവേഴ്സ് ഗിയർ. അപ്പൊ റിവേഴ്സ്, സെക്കൻഡ്, ഫസ്റ്റ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, മനസ്സിലായോ. അതാണ് അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ ഞാൻ പറഞ്ഞ തിരിക്കുമ്പോ ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞേക്കാം. ഇതുണ്ട് എന്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ വിരല് പോയാൽ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ ഏത് കൈ മുറിവുന്ന അങ്ങോട്ടേക്ക് വണ്ടി തനിയെ തിരിയാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന്. രണ്ടാമത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ചെറിയൊരു ഗട്ടറുണ്ട്, ഇങ്ങനെ ചെരിഞ്ഞ ഗട്ടർ. ഈ ഗട്ടറിലേക്ക് വണ്ടിയുടെ ഫ്രണ്ട് ചാടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല ഇങ്ങോട്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും. അങ്ങനെ ചാടുമ്പോൾ ഈ വണ്ടി തന്നെ ഇങ്ങനെ തിരിയുകയാണ്. ആ തിരിയ നമ്മുടെ കൈ ഇവിടെ എങ്ങനെയാണെങ്കിൽ ഉളുക്കാനോ ഓടിയാനോ സാധ്യത കൂടുതലാണ്. അതുപോലെ ഇങ്ങനെ പിടിച്ചെത്തിരിക്കുന്നത് അത് അപകടമാണ്. റിട്ടേൺ തിരിയുന്നത് സ്റ്റീരിങ് റിട്ടേൺ തിരിയുന്ന അവസ്ഥയുടെ റോട്ടിൽ പോണ കാണിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ചാലും അതും കുഴപ്പമാണ്. നമുക്ക് ഇവിടെ ഇത്രയും തിരിഞ്ഞാൽ മതി, പക്ഷെ ഇങ്ങനെ പിടിക്കുമ്പോഴല്ലോ ഒത്തിരി കുഴപ്പം. ഇത് പവർ സ്റ്റിയറിംഗ് ആണ്. നിസാര ഞാൻ ഓടിച്ച് കാണിക്കാൻ ശ്രദ്ധിക്കട്ടോ. ഞാൻ ആശാട്ട് തൊട്ടില്ല നോക്കി. പിന്നെ ഇതൊരു കയറ്റല്ലേ ഇവിടെ. ഇപ്പത്തെ വണ്ടി പുറകോട്ട് പോവാ കേട്ടോ, പോണുണ്ടോ. അതിന് വണ്ടി ക്ലച്ചാക്കോട്ട് നിർത്താൻ പോവാ, ശ്രദ്ധിച്ചോ. ഒരു വൈബ്രേഷൻ വന്നില്ലേ, വണ്ടി വന്ന് കണ്ടോ. ഞാൻ ബ്രേക്ക് ചവിട്ടിട്ടില്ല, ക്ലച്ച് ചവിട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ക്ലച്ച് ചവിട്ടാൻ പോകട്ടോ, ശ്രദ്ധിച്ചോ. ഇപ്പൊ കണ്ടോ, മനസ്സിലായോ. അപ്പൊ ക്ലച്ച് വണ്ടി ഇറക്കത്തിലാവട്ടെ, നിരപ്പിലാവട്ടെ, കയറ്റത്തിലാവട്ടെ, ഇറക്കത്തിൽ ഏത് ഗീറുമാവട്ടെ, ഏത് സാഹചര്യമാവട്ടെ, ക്ലച്ചിനാണ് മുൻഗണന. ഈ വണ്ടി ക്ലച്ച് ഇല്ലാതെ, ഈ വണ്ടി നല്ല ഒരു ലോറൻസിന്റെ ബൈക്ക് പോലും പോവില്ല ക്ലച്ച് ഇല്ലാതെ. സൈക്കിളിന് പോലും ക്ലച്ചുണ്ട്. അത് എപ്പോഴും മുൻഗണന കൊടുക്കേണ്ടത് ക്ലച്ചാണ്. വണ്ടിക്കകത്ത് കയറി നമ്മൾ ബ്രേക്ക് ചവിട്ടി ക്ലച്ച് ചവിട്ടി ന്യൂട്രാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ബ്രേക്കിൽ കാല് വെച്ചേക്കാതെ മാറ്റുന്നില്ല. അപ്പൊ ക്ലച്ചിലേക്ക് കൊണ്ടുവരും. കണ്ടോ കണ്ടോ, ഒരു വൈബ്രേഷനായി. വൈബ്രേഷൻ വണ്ടി നിൽക്കുന്നുണ്ടോ, കണ്ടോ. ഇങ്ങനെ നിന്നാൽ വണ്ടി ഏത് ഘട്ടത്തിൽ വണ്ടി അവിടെ വെക്കും, പോകില്ല, മുണ്ടും പോകില്ല, പുറകോട്ടും പോകില്ല. ആ ഒരവസ്ഥ നമ്മുടെ കാലിൽ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഡ്രൈവർ ആവില്ല. ഈ ക്ലച്ചിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ കാലിൽ ഉണ്ടാക്കിയെടുക്കണം. ഒറ്റടി കിട്ടുന്ന കേസല്ല അത്, പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് വണ്ടി മൂവ് ചെയ്യാൻ പോട്ടോ, നോക്കിയോ. മൂവ് ചെയ്യുന്നുണ്ടോ. ഇങ്ങനെ മൂവിങ് വരുമ്പോൾ ആശയം എടുക്കാം. ഇവിടെ ആശയത്തിന്റെ ആവശ്യമില്ല. ശ്രദ്ധിക്കുക, എന്റെ കൈ ശ്രദ്ധിക്കുക. ഉണ്ടോ, പോകുന്നുണ്ടോ, കണ്ടോ. അത് ഇങ്ങനെ വരരുത്, കൈ ക്രോസ് ആവരുത്. കണ്ടത് നോക്കട്ടോ. ഞാൻ തിരിച്ചു വന്ന് ഞാൻ വീണ്ടും തിരിക്കാൻ ശ്രദ്ധിച്ചു. ഇത് പല റൗണ്ട് തിരിച്ചോ, അര റൗണ്ട് ഫുൾ റൗണ്ട് ആക്കാൻ പോട്ടോ. ഇപ്പൊ ഒരു റൗണ്ട് പൂർത്തിയായി, ഒറ്റ റൗണ്ട് പൂർത്തിയാണ്ടോ. ഇനി അത് സ്റ്റഡി ചെയ്ത് നോക്കിയേ, കണ്ടോ കണ്ടോ. വീണ്ടും ഞാൻ തിരിക്കുക, നോക്കിയോ. വേണ്ട, ആശിന്റെ ആവശ്യമില്ല. നോക്കിയേ, ക്ലച്ചിന്റെ ഇത് മാത്രമേ ക്ലച്ച് കാല് മാറ്റി, എല്ലാം മാറ്റി. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ. തിരിച്ചുവിട്ടാ മതി, ചുമ്മാ ഇപ്പൊ ചെയ്യുന്നത് തിരിച്ചു കിട്ടാ മതി കേട്ടോ. ഇനി ലോറൻസിക്ക് റൗണ്ടിൽ ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും ആശായിട്ട് കാല് പോകരുത് കേട്ടോ. ക്ലച്ചിൽ ബ്രേക്കത്തേക്ക് കാല് വെച്ചേക്കാം, കണ്ടോ. ആക്സിഡന്റിന്റെ ആവശ്യമില്ല. ഇല്ല, രണ്ട് റൗണ്ട് തിരിച്ചോട്ടാ മതി. നമ്മുടെ വണ്ടി ഇങ്ങനെയല്ലേ കണ്ടതല്ലേ, തിരിച്ചോണ്ട് വന്നോണ്ട് 2 റൗണ്ട് തിരിച്ചാൽ അത് നേരെയാക്കി നോക്കി, കണ്ടോ. ഇനി 2 റൗണ്ട് തിരിക്കാൻ പറ്റും, ശ്രദ്ധിച്ചോ. ലെഫ്റ്റ് തിരിക്കാൻ പറ്റും, ലെഫ്റ്റ് കേട്ടോ. 2 റൗണ്ട്, 1 2 കണ്ടോ. 1.5 റൗണ്ട്. പക്ഷെ ഞങ്ങൾ പറയുമ്പോ 2 എന്നാ പറയുള്ളൂ, 1.5 ഉള്ളൂ. അതെ, നമുക്ക് എല്ല് പോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ റാ പോലെയുള്ള വളവ് തിരിക്കാൻ നോക്കി, ശ്രദ്ധിക്കുക. ഇത് വണ്ടി നേരെ പോവല്ലേ. ഞാൻ ഇത്ര തിരിച്ചോളൂ. വണ്ടി വന്നോണ്ടോ, ഉണ്ടോ. കൈയുടെ നോക്ക്, വെള്ളം നോക്ക്.
അത്രയും ഭാഗം നേരെയാക്കും ഒന്നേക്ക് കണ്ടോ. ഞാൻ ഇവിടെ ചെയ്യാൻ പോകും റാ പോലെ അല്ലേ അത്. അര റൗണ്ടായി ഇത്ര സംഭവം ഉണ്ടോ. തിരിഞ്ഞു വന്നുണ്ടോ. 3/4 റൗണ്ടായി. ആ 3/4 റൗണ്ട് നമ്മൾ നേരെയാക്കും നോക്കി കണ്ടോ. തിരിഞ്ഞുണ്ടോ. ഇനി വീട്ടിൽ തിരിക്കോട്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ വെള്ളം കോരും പോലെ നമ്മുടെ വീട്ടിൽ പോയിട്ട് വെള്ളം കോരുമല്ലായിരുന്നോ. കൈ പോ നോക്ക്. ഇങ്ങനെയായിരിക്കണം എപ്പോഴും നമ്മുടെ കൈയുടെ പൊസിഷൻ കണ്ടോ. ഒരിക്കലും കൈ ക്രോസ് ആകും കണ്ടോ. തിരിച്ചു പിടിക്കുക അത് നോക്കി കണ്ടോ. അതെ അതായത് ഈ ഇതിന് 4 ഭാഗ്യേ ഉള്ളൂ. കെട്ടി നിർത്തി തരാട്ടോ നോക്കി കണ്ടോ. അതെ നേരായി കണ്ടോ. റോഡ് പോകാം തന്നെ പോകട്ടെ ചെറിയാമല്ലോ. അപ്പൊ നോക്കിയാ നോക്കിട്ടോ അത് നടക്കില്ല കണ്ടോ. ഇനി ഇപ്പൊ നമ്മള് പെരുവേന്ന് വണ്ടി വിടുക. പെരുവേന്ന് ബൈക്കും പോവുക. വൈക്കത്ത് തിരിക്കേണ്ട ഒറ്റ സ്ഥലമുള്ളൂ ഫുള്ളായിട്ട്. എറണാകുളം ജംഗ്ഷൻ അല്ലേ. വൈക്കത്ത് അമ്പലത്തിൽ തിരിയണം. അവിടെ ഇങ്ങനെ ഒറ്റ റൗണ്ട് തിരിയാനുള്ളൂ. ഒരു റൗണ്ടേ ഉള്ളൂ. അത് ലോൺസ് ബൈക്ക് ഓടിക്കണം ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഈ താഴെ വരുന്ന കൈ മടത്തി പിടിച്ചേ കണ്ടോ. അപ്പൊ മാക്സിമം വന്ന് ഇങ്ങനെ ഇങ്ങനെ റാ തിരിഞ്ഞു വരും കണ്ടോ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ടും പിന്നെ ടീ പോലുള്ള റോഡ് തിരിക്കാൻ വേണ്ടി മാത്രം നമ്മളിത് പൂർത്തിയാക്കി കേട്ടോ. അത് നിൽക്കാൻ നമ്മുടെ വഴിയില്ല. ഒഴിവാണ്ട് തിരിക്കാൻ വഴിയില്ല. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് വരുവാ. ചെല്ലാരപ്പം വരുവാ. ചെല്ലാരപ്പം എന്ന് പറഞ്ഞാൽ അവരാമ്പറത്ത് നോക്കില്ല ഒരു റൗണ്ടേ ഉള്ളൂ. ഒറ്റ റൗണ്ട് തിരിക്കാനുള്ളൂ. പിന്നെ പിറവും പോവാ. ഇത്രയും പരിപാടി അവിടെ തിരിക്കാനുള്ള കാര്യമില്ല. അവിടെ നമ്മൾ മുളന്തുരുത്തി പോവാ. മുളന്തുരുത്ത് പോകുമ്പോഴും പിറവും പാലത്തിന് ഇപ്പുറം 1 വേ കയറില്ലേ. അവിടുത്തെ ഇത്രയും കളിച്ചാൽ മതി. ഇത്രയും കളിച്ചാൽ മതി. ഇത്രയും വേണ്ടി തിരിഞ്ഞു പോകും. ഇത് സ്റ്റിയറിംഗ് പവറാണ്. അതുകൊണ്ടാണ്. പിന്നെ മുളന്തുരുത്ത് പോയി നമുക്ക് വെട്ടികളാത്ത രീതിയിൽ ഓരോട്ട് തിരിച്ചുണ്ട്. പിന്നെ നമ്മൾ നേരെ പോവുക. നടക്കാതെ പോവുക. നടക്കാതെ ചെല്ലുമ്പോൾ അതും ഒരു റൗണ്ട് തിരിച്ചാണ്. ഇങ്ങനെ റൗണ്ട് തിരിഞ്ഞു വരും. ഒരു റൗണ്ട്. പിന്നെ തിരുതിര വണ്ടികൾ വന്നാൽ ചിലപ്പോൾ നമ്മൾ 2 റൗണ്ട് ആക്കേണ്ട വരും. കാരണം ഇട സൈഡ് വണ്ടി കയറും. മറ്റേ ഉദയംപേരുന്ന് ആ വഴിക്ക് വണ്ടി നമ്മൾ ചിലപ്പോൾ ഒന്നോടെ തിരിക്കേണ്ട വരും. കണ്ടത് ഉണ്ടോ. ഇതിപ്പോ 4 റൗണ്ട് ആയിക്കുക. ഈ ഭാഗം ഇതുണ്ട്. ഈ ചെറിയ ഭാഗം ഉണ്ടോ. ഇത് വലിയ ഭാഗമല്ലേ. ഇത് ഒന്ന് കറങ്ങി താഴെ വന്നുണ്ടോ. ഇനി ഒന്നോടെ ഇപ്പൊ വണ്ടി നേരെയായി. അതായത് ഇങ്ങനെ ടയർ നമ്മൾ നേരെയൊക്കെ പോവാ. ഇനി ടയർ നമ്മൾ ഇങ്ങോട്ട് പിടിക്കാൻ പോകും. ശ്രദ്ധിച്ചോ. 1 2 3 4 ഭാഗത്തെ പൊസിഷൻ ഇതുണ്ടോ. ഈ ഭാഗം ഇങ്ങനെ ഇത് 12 വണ്ടി വാച്ചിന്റെ ടയറെന്ന് വിചാരിക്കുക. 12 10 മിനിറ്റ് ഇവിടെ പിടിക്കുക. 10 മിനിറ്റ് പിടിക്കുക. അതുണ്ടോ. അപ്പൊ ഞാൻ പിടിച്ച അടുത്ത ഇത് ഈ അളവുണ്ടത്. ശ്രദ്ധിച്ചോട്ടോ. ഈ അളവുണ്ടത് അടുത്ത ഇവിടെ വരുന്നത്. ഇവിടെ നോക്കിയോ. ഇതുണ്ടോ. അപ്പൊ ഈ ദൂരം നോക്കി ഇത് കൃത്യമായിരിക്കും. മനസ്സിലായോ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ തലമുടി ഉണ്ടെങ്കിൽ നമുക്ക് 4 ചുറ്റും കെട്ടാൻ നോക്കാം. ഉച്ചി കെട്ടാം, പുലയിൽ കെട്ടാം, സൈഡിൽ കെട്ടാം, അവിടെ ഇവിടെയൊക്കെ കെട്ടാം. ഇന്ന് ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഇനി വേറെ നമ്മളെ കാണിച്ചില്ലായിരുന്നു. ശ്രദ്ധിക്കും. ഇങ്ങനെ പിടിച്ച് ഓടിക്കരുത്. അതിപ്പോ കേട്ടാ ഇങ്ങനെ പിടിച്ചോണ്ട് ഓടിക്കരുത്. അപ്പൊ എക്സ്പേർട്ടാക്കി നമ്മൾ ഒരു വിരൽ മതിയാവും ഓടിച്ച് കളിക്കാൻ. ശ്രദ്ധിച്ചോട്ടോ. ഒരു വിരൽ മതിയാവട്ടോ. സ്റ്റിയറിംഗ് കേട്ടോ. അതും കണ്ടോ. നോക്കിക്കോട്ടോ. ഓണുണ്ടോ നോക്കിയോ. ശരിയാ നോക്ക്. തിരിക്കരുത്. ശ്രദ്ധിക്കുക. തിരുന്നുണ്ടോ. ഇതുകൊണ്ട് ഇതിന് വളരെ സ്മൂത്ത്. അല്ല നമ്മള് പറയുന്നത് അത്ര സിമ്പിൾ ആണ് സ്റ്റിയറിംഗ് എന്നാണ് പറയുന്നത്. കണ്ടോ ഇത്ര സിമ്പിൾ ആണ് ഈ സംഭവം. നോക്കി കുഴപ്പമുണ്ടോ. നമ്മള് ഒരു എഫേർട്ടും കൊടുക്കണ്ട സ്റ്റിയറിംഗിൽ. മുറുക്കി പിടിക്കരുത്. സ്റ്റിയറിംഗിൽ മുറുക്കി പിടിച്ച കൈ മുറുകുന്നവർ വണ്ടി അങ്ങോട്ട് പോകും. ഇത് സ്റ്റിയറിംഗ് പവറാണ്. വണ്ടി തന്നെ തിരിഞ്ഞോണ്ടോ. ശ്രദ്ധിച്ചോ. ശ്രദ്ധിച്ചോട്ടോ. നോക്കി തിരിഞ്ഞു വന്നോണ്ടോ. നോക്കി കണ്ടോ. ഇങ്ങനെ തന്നെ തിരിയുന്നൊരു അവസ്ഥ ഉണ്ട് ഈ വണ്ടിക്ക്. അങ്ങനെ തന്നെ നമ്മളെ കൈ കളയും. അതാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്ന കാര്യം ഉണ്ടോ. പക്ഷേ ഈ തന്നെ തിരിഞ്ഞു നോക്കിയോ. തിരിഞ്ഞു വന്നോണ്ടോ. തന്നെ തിരിഞ്ഞോണ്ടോ. ഉണ്ടോ. ഇതാണ് സംഭവം. അപ്പൊ ഒരു കാരണവശാലും കൈ അകത്തിടുവോ മുറിക്ക് പിടിച്ച് ചെയ്യണ്ട കേട്ടോ. ആ ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യല്ലേ. കൊടുത്താൽ നമ്മൾ പിന്നെ ഫ്രണ്ടും ബാക്ക് കളിപ്പിക്കേ. കയറ്റത്തിൽ നിന്നു കേട്ടോ. കാര്യം മനസ്സിലായോ. ഈ കയറ്റത്തിൽ ഇട്ടെടുക്കാൻ പിടിച്ചോട്ടോ.
അതാണ് പഠിക്കണം നമ്മൾ ആദ്യം.